എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 46-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കഥ പറഞ്ഞ് നിർത്തുകയാണ് ഉണ്ടായത്. അത് പരിപൂർണമായിട്ടൊന്നും പറഞ്ഞ് തീർത്തിട്ടില്ല. നമ്മൾ ഭാഗവതത്തിൽ കേട്ടിട്ടുള്ളതുപോലെ, നാരായണീയത്തിൽ പറഞ്ഞതുപോലെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തിലുള്ള വരവും അതുപോലെ അമൃത് വിളമ്പലൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും കഥ അവസാനിക്കുന്നത് അമൃത് ദേവന്മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഉണ്ടായ യുദ്ധത്തിൽ, അതിന് തൊട്ട് മുമ്പുണ്ടായ യുദ്ധത്തിൽ കുറേ അസുരന്മാരും രാക്ഷസന്മാരും അവർ കൂടിച്ചേർന്ന് യുദ്ധം ചെയ്തുവെങ്കിലും അവരൊക്കെ മരിച്ചുപോയി. അപ്പോൾ അതിലുണ്ടായ ദുഃഖത്തിനെ പറ്റി പറഞ്ഞിട്ടാണ് ഇനി തുടങ്ങാൻ പോണത്. നമുക്ക് ആദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. ഹതേഷു തേഷു പുത്രേഷു ദിതി പരമദുഃഖിത മാരീചം കശ്യപം നാമ ഭർത്താരമിതമബ്രവീത്. ആ കഠിനമായിട്ടുള്ള യുദ്ധത്തിൽ മക്കളൊക്കെ മരിച്ചത് ദിതിക്കാണ്. അതായത് ദൈത്യന്മാരാണ് മരിച്ചു പോയത്. ആ സങ്കടം ദിതിക്കുണ്ടായി. അപ്പോൾ ദിതി എന്താ ചെയ്തതെന്ന് പറയാണ്. ഹതേഷു തേഷു പുത്രേഷു സത്സു. അതായത് ആ മക്കളൊക്കെ മരിച്ചു പോയപ്പോൾ, തൻ്റെ മക്കളൊക്കെ മരിച്ചു പോയപ്പോൾ പരമദുഃഖിത ദിതി, വളരെയധികം ദുഃഖിതയായി തീർന്ന, പുത്രമരണം കൊണ്ട്, പുത്രഹത്യ കൊണ്ട് ഏറ്റവും ദുഃഖിതയായി തീർന്ന ദിതി, കശ്യപൻ്റെ പത്നിയായിട്ടുള്ള ദിതി, കശ്യപം നാമ മാരീചം ഭർത്താരം ഇതം അബ്രവീത്. കശ്യപൻ എന്നു പേരുള്ള മരീചിയുടെ പുത്രനായിട്ടുള്ള ആ ഋഷിയോട്, പ്രജാപതിയോട്, തൻ്റെ ഭർത്താവിനോട് ദിതി ഇപ്രകാരം പറഞ്ഞു. ഇതം അബ്രവീത്. മക്കൾ മരിച്ചതിൻ്റെ ദുഃഖം ഭർത്താവിനെ അറിയിക്കുകയാണ് ചെയ്യണത്. ദിതി പറയാണ്, ഹതപുത്രാസ്മി ഭഗവം സ്തവ പുത്രൈർമഹാബലൈഃ ശക്രഹന്താരമിച്ഛാമി പുത്രം ദീർഘതപോർജിതം. അല്ലയോ ഭർത്താവേ, അഹം ഹതപുത്ര അസ്മി. ഞാൻ എങ്ങനെയുള്ളവളാണ്? എൻ്റെ മക്കളൊക്കെ മരിച്ചുപോയി. എല്ലാവരും മരിച്ചു എന്നല്ല, കുറേ പേരൊക്കെ യുദ്ധത്തിൽ മരിച്ചുപോയി. ആരാണ് അവരെ കൊന്നത്? തവ മഹാബലൈഹി പുത്രൈഹി ഹതപുത്ര അസ്മി. അങ്ങയുടെ തന്നെ മറ്റൊരു ഭാര്യയിലെ അതിശക്തിമാന്മാരായിട്ടുള്ള മക്കളാൽ എൻ്റെ മക്കളൊക്കെ കൊല്ലപ്പെട്ടു. എനിക്ക് മാത്രമാണ് പുത്രദുഃഖമുണ്ടായത്, പുത്രന്മാർ മരിച്ചുപോയത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ദുഃഖം കിടക്കുകയാണ്. അതിന് പകരം വീട്ടണം എന്നുള്ളത്. പകരം വീട്ടണത് എങ്ങനെയാണ്? ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ഇന്ദ്രനാണ്. അപ്പോൾ പറയാണ്, ശക്രഹന്താരം പുത്രം ഇച്ഛാമി. എനിക്കൊരാഗ്രഹമുണ്ട്. അതെന്തായിരുന്നു? ശക്രഹന്താരം ദീർഘതപോർജിതം പുത്രം ഇച്ഛാമി. ശക്രനെ വധിക്കുന്ന, ഇന്ദ്രനെ കൊല്ലാൻ തക്കവണ്ണം ശക്തിയുള്ളവനായ ഒരു പുത്രൻ. ആ പുത്രനെ എങ്ങനെ കിട്ടണം? ദീർഘമായ തപസ്സുകൊണ്ട് ഞാൻ സമ്പാദിക്കുകയും വേണം. അപ്പോൾ ദീർഘകാലം തപസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആ തപസ്സിനൊടുവിൽ ശക്രനെ വധിക്കാൻ തക്കവണ്ണം ശക്തനായിട്ടുള്ളൊരു മകൻ എനിക്ക് ഉണ്ടാകണം. അതാണ് എൻ്റെ പ്രാർത്ഥന, അതാണ് എൻ്റെ മോഹം എന്ന് പറയാണ്. അതിന് തപസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ദീർഘ തപസ് ചെയ്താലും ശക്രനെ, ഇന്ദ്രനെ വധിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു പുത്രൻ എനിക്ക് ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ് ഭർത്താവിനോട്. എന്നിട്ട് പറയാണ്, സാഹം തപശ്ചരിഷ്യാമി ഗർഭം മേ ദാതുമർഹസി ഈദൃശം ശക്രഹന്താരം ത്വമനുജ്ഞാതുമർഹസി. അതുകൊണ്ട് ഞാനിതാ തപസ് ചെയ്യാൻ പോവുകയാണ്. സാ അഹം തപഹ ചരിഷ്യാമി. അങ്ങനെയുള്ള ഞാൻ, അതായത് ഈ ഒരു ഉറപ്പോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? തപസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങ് എനിക്ക് അനുഗ്രഹം തരണം. അതുപോലെ തന്നെ എനിക്കൊരു പുത്രനെ അങ്ങ് അനുഗ്രഹിച്ചു തരും വേണം. അതാണ് ഗർഭം മേ ദാതുമർഹസി. എനിക്ക് ഗർഭമുണ്ടാവണം, എൻ്റെ ഗർഭത്തിലൊരു പുത്രനുണ്ടാവണം. അത് അങ്ങ് അനുഗ്രഹിച്ചു തരണം. ഈദൃശം ശക്രഹന്താരം ത്വം അനുജ്ഞാതും അർഹസി. അങ്ങയുടെ പുത്രൻ തന്നെയാണ് ഇന്ദ്രൻ. പക്ഷെ ആ ഇന്ദ്രനെ വധിക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള ആഗ്രഹം. അതുകൊണ്ട് ഇപ്രകാരം ശക്രനെ വധിക്കുന്നവനായിട്ടുള്ള ഒരു പുത്രനെ തരാൻ അങ്ങ് അനുമതി തരണം. ഒരു പുത്രൻ ഉണ്ടാവാൻ
എനിക്ക് ഉണ്ടാവാൻ, എനിക്ക് പിറക്കാൻ, അങ്ങനെ ഒരു പുത്രൻ പിറക്കാനുള്ള അനുമതി അങ്ങ് എനിക്ക് തരണം, അങ്ങനെ ഒരു പുത്രനെ അനുഗ്രഹിച്ച് തരണമെന്ന് ദിതി കശ്യപ പ്രജാപതിയോട് ആവശ്യപ്പെടുകയാണ്. അതാണ് ത്വം അനുജ്ഞാതും അർഹസി. അനുജ്ഞാതും എന്ന് വെച്ചാൽ അതിന് അനുജ്ഞ നൽകണം, അതിന് അനുവാദം നൽകണം എന്നർത്ഥം. അപ്പോൾ മാരീചൻ എന്താ ചെയ്തത്? തസ്യാസ്തദ്വചനം ശ്രുത്വാ മാരീചഃ കശ്യപസ്തദാ പ്രത്യുവാച മഹാതേജ ദിതിം പരമദുഃഖിതാം. തസ്യാഹ തദ്വചനം ശ്രുത്വാ, തസ്യാഹ എന്ന് പറഞ്ഞാൽ ദിതിയുടെ ആ വാക്കുകൾ കേട്ടിട്ട് മാരീചനായ ആ കശ്യപൻ അപ്പോൾ എന്തു ചെയ്തു? മഹാതേജസ്വിയാണ്, വളരെ കാലം തപസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ശക്തിയും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള മഹാനായിട്ടുള്ള, അതാണ് മഹാതേജ, വളരെ പ്രഭാവശാലിയായിട്ടുള്ള ആ കശ്യപ പ്രജാപതി പരമദുഃഖിതാം ദിതിം പ്രത്യുവാച, വളരെ ദുഃഖിതയായിട്ടുള്ള ദിതിയോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏവം ഭവതു ഭദ്രം തേ ശുദ്ധിർഭവതപോധനേ ജനയിഷ്യസി പുത്രം ത്വം ശക്രഹന്താരമാഹവേ. ഏവം ഭവതു, അങ്ങനെ തന്നെ ആവട്ടെ, നീ എന്താണോ ആഗ്രഹിച്ചത് അത് അതുപോലെ തന്നെ നടക്കട്ടെ. തേ ഭദ്രം, നിനക്ക് മംഗളം മാത്രം ഭവിക്കട്ടെ. മാത്രമല്ല, അല്ലയോ തപോധനെ ശുദ്ധിർഭവ, തപസ് ധനമായിട്ടുള്ളവളെ, ഇനി തപസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനു മുമ്പും തപസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ അങ്ങനെ ഉദാത്തമായിട്ടുള്ള ചരിതങ്ങളോട് കൂടിയവൾ തന്നെയാണ് ദിതി. അസുരന്മാര് തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അസുരന്മാരുടെ അമ്മയായിട്ടുള്ള ദിതി വളരെ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു മാതാവാണ്. അപ്പോൾ തപോധനയായിട്ടുള്ള ദിതിയോട് പറയാണ്, നീ ശുദ്ധി പരിപാലിക്കണം. എത്ര കാലം തപസ് ചെയ്യുന്നുവോ അത്രയും കാലം പരിശുദ്ധയായിട്ട് വൃത്തിയും ശുദ്ധിയും ഒക്കെ കാത്തിട്ട് വേണം ആ തപസ്സൊക്കെ ചെയ്യാൻ. ജനയിഷ്യസി പുത്രം ത്വം ശക്രഹന്താരം ആഹവേ ശക്രഹന്താരം പുത്രം ത്വം ജനയിഷ്യസി. അങ്ങനെ യുദ്ധത്തില് ഇന്ദ്രനെ വധിക്കാൻ കെൽപ്പുള്ളവനായിട്ടുള്ള ഒരു പുത്രനെ, അതാണ് ആഹവേ എന്ന് പറഞ്ഞാൽ. ആഹവ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നർത്ഥം. യുദ്ധത്തില് ആ ഇന്ദ്രനെ വധിക്കാൻ തക്കവണ്ണം ശക്തനായിട്ടുള്ളൊരു പുത്രനെ നീ ജനിപ്പിക്കുക തന്നെ ചെയ്യും. ത്വം ജനയിഷ്യസി. അപ്പോൾ തപസ് ചെയ്യുന്ന അത്രയും കാലം വളരെ ശുദ്ധിയോടുകൂടിയിട്ടും വൃത്തിയോടുകൂടിയിട്ടും ഒക്കെ ചെയ്യുക. കുറേ കാലം കഴിയുമ്പോൾ, എത്ര വർഷമാണെന്നുള്ളത് പറയുന്നുണ്ട്, അത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്, നിനക്ക് ഇന്ദ്രനെ വധിക്കാൻ പ്രാപ്തിയുള്ളൊരു പുത്രൻ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി കാലം പറയാണ് 6ാമത്തെ ശ്ലോകത്തില്. പൂർണേ വർഷസഹസ്രേതു ശുചിര്യതി ഭവിഷ്യസി പുത്രം ത്രൈലോക്യഭർത്താരം മത്തസ്ത്വം ജനയിഷ്യസി. വർഷസഹസ്രേ പൂർണേ, 1000 വർഷങ്ങൾ പൂർണ്ണമാക്കണം. തപസ് ചെയ്ത് 1000 കൊല്ലം കഴിയുമ്പോൾ. മാത്രമല്ല, ആ കാലം വരെയും യതി ശുചിഹി ഭവിഷ്യസി, നീ ശുചിയായിട്ട് തന്നെ ഭവിക്കുന്നുവോ 1000 കൊല്ലം തപസ്സും ചെയ്യണം, ശുചിയായിട്ട് ശുദ്ധിയായിട്ട് ഇരിക്കുകയും വേണം. തപസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായ വ്രതങ്ങളൊന്നും മുടക്കരുത്. അതുപോലെ ശരീരം മനസ്സ് ഒക്കെ ശുദ്ധിയോടുകൂടി പരിപാലിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ എന്നിൽ നിന്ന് മത്തഹ എന്ന് വെച്ചാൽ മത്, എന്നിൽ നിന്ന് ത്വം നീ ത്രൈലോക്യ ഭർത്താരം പുത്രം ജനയിഷ്യസി, 3 ലോകങ്ങളെയും അടക്കി ഭരിക്കുന്നവനായിട്ടുള്ളൊരു പുത്രനെ ജനിപ്പിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. 1000 കൊല്ലം കഴിയണം, ശുദ്ധി പരിപാലിക്കുകയും വേണം എന്നാണ് കശ്യപൻ ദിതിയോട് പറയണത്. എന്നിട്ട് അടുത്തൊരു ശ്ലോകം കൂടി നോക്കാം, 7ാമത്തെ ശ്ലോകം. ഏവമുക്ത്വാ മഹാതേജാഃ പാണിനാ സമമാർജതാം താമാലഭ്യ തതസ്വസ്തി ഇത്യുക്ത്വാ തപസേയയൗ. ഏവം ഉക്ത്വാ, ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട്, അതായത് നീ തപസ് ചെയ്തോളൂ, 1000 വർഷം കഴിയുമ്പോൾ ശുചിയായിട്ട് തന്നെയാണ് ശരീരവും മനസ്സും കാത്തു സൂക്ഷിക്കുന്നതെങ്കിൽ നിനക്ക് ലോകത്തെ മുഴുവനും ഭരിക്കുന്നൊരു പുത്രനുണ്ടാവും, ഇന്ദ്രനെ അവൻ വധിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മഹാതേജാഹ, ആ മഹാതേജസ്വിയായിട്ടുള്ള കശ്യപ പ്രജാപതി പാണിന താം മമാർജ, കൈകൊണ്ട് തൻ്റെ പത്നിയെ ദിതിയെ ഒന്ന് കെട്ടിപ്പുണർന്നു, ഒന്ന് തലോടി ആശ്വസിപ്പിച്ചു. കരഞ്ഞിരിക്കുകയാണല്ലോ മക്കളൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും മക്കൾക്ക് പകരം ഇന്ദ്രനെ വധിക്കാനായിട്ട് ഒരു പുത്രൻ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്.
എന്നിട്ട് താമാലഭ്യ തതസ്വസ്തി ഇത്യുക്ത്വാ തപസേ യയൗ. ഇപ്രകാരമൊക്കെ താം ആലഭ്യ അവളെ ആശ്വസിപ്പിച്ചിട്ട് സ്വസ്തി ഇത്യുക്ത്വ നിനക്ക് നന്മയുണ്ടാവട്ടെ, മംഗളങ്ങൾ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സഹ തപസേ യയൗ ആ കശ്യപ പ്രജാപതി തപസ് ചെയ്യാനായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ പുത്രനുണ്ടാവും, ഇന്ദ്രനെ വധിക്കും, 1000 കൊല്ലം കാത്തിരിക്കണം, അതിനുശേഷം പുത്രൻ ജനിക്കും. ആ പുത്രൻ ഇന്ദ്രനെ യുദ്ധത്തിൽ വധിക്കും, പക്ഷേ ശരീരവും മനസ്സുമൊക്കെ ശുചിയായിട്ട് കൊണ്ട് നടക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു കശ്യപ പ്രജാപതി. ഇനി എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഹതേഷു തേഷു പുത്രേഷു ദിതിഃ പരമദുഃഖിത മാരീചം കശ്യപം നാമ ഭർത്താരമിദമബ്രവീത്. ഹതപുത്രാസ്മി ഭഗവംസ്തവ പുത്രൈർമഹാബലൈഃ ശക്രഹന്താരമിച്ഛാമി പുത്രം ദീർഘതപോർജിതം. സാഹം തപശ്ചരിഷ്യാമി ഗർഭം മേ ദാതുമർഹസി. ഈദൃശം ശക്രഹന്താരം ത്വമനുജ്ഞാതുമർഹസി. തസ്യാസ്തദ്വചനം ശ്രുത്വാ മാരീചഃ കശ്യപസ്തദാ പ്രത്യുവാച മഹാതേജാദിതിം പരമദുഃഖിതാം. ഏവം ഭവതു ഭദ്രം തേ ശുദ്ധിർഭവതപോധനെ ജനയിഷ്യസി പുത്രം ത്വം ശക്രഹന്താരമാഹവേ. പൂർണേ വർഷസഹസ്രേ തു ശുചിര്യതി ഭവിഷ്യസി. പുത്രം ത്രൈലോക്യഭർത്താരം മത്തസ്ത്വം ജനയിഷ്യസി. ഏവമുക്ത്വാ മഹാതേജാഃ പാണിനാ സമമാർജതാം. താമാലഭ്യ തതസ്വസ്തി ഇത്യുക്ത്വാ തപസേ യയൗ. അങ്ങനെ ദിതി എന്തൊക്കെയാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.